നമസ്കാരം, സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. കുമ്പള അനന്തപുരത്ത് ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ച് ഒരാൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് ഒരാണ്ട്. കൊളത്തൂർ ഗ്രാമത്തെ വിറപ്പിച്ച ആൺപുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ റെമോ തുടങ്ങി ഇന്നും നിരവധി വാർത്തകളാണ് ഈ ഒരു മണിക്കൂറിൽ പങ്കുവയ്ക്കാനുള്ളത്. ഇതിലേക്കെല്ലാം വരാം. ആദ്യം തലക്കെട്ടുകൾ കാണാം. കുമ്പള അനന്തപുരം വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി അന്വേഷണം ആരംഭിച്ച അധികൃതർ. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. അപകടത്തിൽ അസം സ്വദേശിയായ ഒരു തൊഴിലാളി മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ മംഗളൂരുവിൽ ചികിത്സയിലാണ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് ഒരാണ്ട്. അപകടത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 200-ലേറെ പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. 2024-ലെ വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 23 പരാതികൾ പരിഗണിച്ചു. NREG കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കൊളത്തൂരിനെ വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ റെമോ. 7 മാസം മുൻപാണ് വനം വകുപ്പ് നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തിയ പുലിയെ കൂടുവെച്ച് പിടികൂടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആൺപുലി. കാഞ്ഞങ്ങാട് നഗരസഭ കരിയർ ബ്രിഡ്ജ് കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. നിരവധി ആളുകളാണ് തൊഴിൽമേളയിൽ പങ്കാളികളായത്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. കുശവൻകുന്ന് റോട്ടറി സെന്ററിൽ മേഖലാ പ്രസിഡന്റ് ബി സുജിത് കുമാർ പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. കുമ്പള അനന്തപുരം വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി അന്വേഷണം ആരംഭിച്ച അധികൃതർ. കളക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. അപകടത്തിൽ ആസാം സ്വദേശിയായ ഒരു തൊഴിലാളി മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ മംഗളൂരുവിൽ ചികിത്സയിലാണ്. കുമ്പള അനന്തപുര വ്യവസായ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ഫാക്ടറിയിൽ ബോയിലർ പൊട്ടിത്തെറിച്ചാണ് വൻ അപകടമുണ്ടായത്. തിങ്കളാഴ്ച വൈകിട്ട് 6:50 സംഭവം. പരിസര പ്രദേശങ്ങളെ ഉൾപ്പെടെ പ്രകമ്പനം കൊള്ളിച്ച ഉഗ്ര സ്ഫോടനമാണ് ഉണ്ടായത്. അപകടത്തിൽ ഒരു തൊഴിലാളി മരിക്കുകയും 6 തൊഴിലാളികൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. എറണാകുളം പെരുമ്പാവൂർ സ്വദേശി പോളിയുടെ ഉടമസ്ഥതയിലുള്ള ഡെക്കോർ പാനൽ ഇൻഡസ്ട്രീസ് ഫാക്ടറിയിലാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത്. സ്ഫോടനത്തിൻ്റെ തീവ്രതയിൽ ഫാക്ടറി കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായി. അപകടം നടക്കുമ്പോൾ ഫാക്ടറിക്കുള്ളിൽ ജോലിയിലുണ്ടായിരുന്ന 20ഓളം തൊഴിലാളികളാണ് ദുരന്തത്തിൽപ്പെട്ടത്. അസം സ്വദേശിയായ 19-കാരനായ നജീറുൽ അലിയാണ് മരണപ്പെട്ട തൊഴിലാളി. പരിക്കേറ്റ തൊഴിലാളികളിൽ പലരുടെയും നില അതീവ ഗുരുതരമാണ്. കാസർഗോഡ് നിന്നുൾപ്പെടെ 15ഓളം ആംബുലൻസുകൾ എത്തിച്ച് തൊഴിലാളികളെ ഉടൻ തന്നെ കുമ്പളയിലെയും മംഗളൂരുവിലെയും ആശുപത്രികളിലേക്ക് മാറ്റുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ വിദഗ്ധ ചികിത്സയ്ക്കായി മംഗളൂരുവിലെ ആശുപത്രികളിലേക്കാണ് കൊണ്ടുപോയത്. രക്ഷപ്പെട്ട തൊഴിലാളികൾ ഇപ്പോഴും അപകടത്തിന്റെ ഞെട്ടലിലാണ്. ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട കാര്യം പല തൊഴിലാളികൾക്കും ഇനിയും വിശ്വസിക്കുവാനായിട്ടില്ല. आदमी का इधर में बहुत सारा आदमी है. किसका नाम है? इधर में काम करता है. बहुत सारा आदमी रुकता है ना. किसका नाम याद रखेगा? शिफ्ट का टाइम कितना आपके अंदर से? ये लोग रात के 8-9 बजे तक काम करता है. बाद में शिफ्ट चेंज होता है. 8 नहीं, आदमी रुकता है. 4 आदमी रुकता है. 3-4 आदमी ऐसे रुकते हैं. ഹോസ്പിറ്റൽ പറഞ്ഞിട്ടുണ്ട് 4-5 പേരെ കൊണ്ടുവരണം. പക്ഷെ ഗുരുതരം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അധികം ആൾക്കാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അമിത മർദ്ദമുണ്ടായതാണ് ബോയിലർ പൊട്ടിത്തെറിക്കുവാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകട വിവരം ലഭിച്ച ഉടൻ തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കുമ്പള പോലീസും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. കാസർഗോഡ്, ഉപ്പള എന്നിവിടങ്ങളിൽ നിന്നുള്ള അഗ്നിശമന സേനാ യൂണിറ്റുകളും സംഭവസ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഫയർഫോഴ്സിന് പൂർണ്ണമായും തീയണക്കുവാനായത്.
ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ നമ്മൾ നോക്കി ബാക്കിയുള്ള ഇവരുടെ എല്ലാവരും കൺഫേം ചെയ്ത് ആരും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. തീ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ട് അയച്ചു. ഇതിപ്പോ നമ്മളെ ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം ഇത് തീ പൊട്ടിത്തെറിച്ചിട്ടാണോ അതോ ആ ഒരു ഷെഡ് വീണിട്ടാണോ കൂടുതൽ ആളുകൾക്ക് പരിക്ക് പറ്റിയത്? അങ്ങനെ ഈ പൊട്ടിത്തെറിയിൽ തന്നെ ആവാനാണ് സാധ്യത. അത് കൃത്യമായിട്ട് പരിശോധിച്ചാലേ മനസ്സിലാവും. അത് നാളെ അതിന്റെ പരിശോധന തുടരും ബാക്കി കാര്യങ്ങൾ. ഇത് പിന്നെ അമിതമായ ചൂട് കൊണ്ട് ബോയിലർ പൊട്ടിത്തെറിച്ചെന്ന് മനസ്സിലാക്കും. നമുക്കൊരു 6:47 കോൾ വരുന്നത് കാസർഗോഡ് ഫയർ സ്റ്റേഷനിലേക്ക്. അപ്പോൾ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ എല്ലാ കാഷ്വാലിറ്റിനെ ഇവർ ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ തൊഴിലാളികൾ പറഞ്ഞതേ ഇത് ലീക്ക് ഉണ്ടായിരുന്നു, അത് നേരത്തെ ഇവരോടൊക്കെ പറഞ്ഞതാണ്. പക്ഷേ അവരൊക്കെ വലിയ ആളുകളല്ലേ, അതുകൊണ്ട് ഇത് മാറ്റിയില്ല എന്നൊക്കെ തൊഴിലാളികൾ, അന്യസംസ്ഥാന തൊഴിലാളികൾ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രാഥമികമായിട്ട് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? അതിനെപ്പറ്റി ഇപ്പോൾ വ്യക്തമായിട്ട് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണെന്നുള്ള പരിശോധിച്ചാലേ പറയാൻ പറ്റും. അത് പരിശോധിക്കാം, എൻ്റെ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. തീ ഇപ്പോൾ പൂർണ്ണമായി അണച്ചിട്ടുണ്ട്. നമ്മൾ JCB കൊണ്ടുവന്ന് മാറ്റി ഇതിൻ്റെ റോ മെറ്റീരിയൽസ് കംപ്ലീറ്റ് വലിച്ച് മാറ്റി കംപ്ലീറ്റ് അതിൻ്റെ കൂടെ തന്നെ വേറെ ആരെങ്കിലും അതിൻ്റെ അകപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കി ഫുള്ളായിട്ട് ആക്കിയപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായി. കൂടുതൽ ആളുകൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അഗ്നിശമന സേന പരിശോധിച്ചു വരികയാണ്. ദുരന്ത വിവരമറിഞ്ഞ് ഫാക്ടറി പരിസരത്ത് വൻ ജനക്കൂട്ടമാണ് തടിച്ചുകൂടിയത്. ഇത് രക്ഷാപ്രവർത്തനത്തിന് ചെറിയ രീതിയിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതിനിടെ സ്ഫോടനം പരിസര പ്രദേശത്തുൾപ്പെടെ പ്രകമ്പനം സൃഷ്ടിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നടുക്കമുളവാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. ബോയിലർ സ്ഫോടന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തുവാൻ കാസർഗോഡ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. അപകടത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്തുവാനും സുരക്ഷാ വീഴ്ചകൾ പരിശോധിക്കുവാനും ജില്ലാ ഭരണകൂടം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അന്വേഷണത്തിന്റെ ചുമതല ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പിന്റെ എറണാകുളത്തുള്ള കെംറക് വിഭാഗത്തിനാണ് നൽകിയിരിക്കുന്നതെന്നും കളക്ടറുടെ പ്രസ്താവനയിൽ പറയുന്നു. ഇവരുടെ വിശദമായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുകയെന്നും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടിയുണ്ടാകുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. സ്ഫോടനം നടന്ന ഫാക്ടറി പരിസരത്ത് പോലീസ് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് ഫാക്ടറി പരിസരത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് ഒരാണ്ട്. അപകടത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 200-ലേറെ പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. 2024 വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് വെടിക്കെട്ട് അപകടത്തിന് ഒരാണ്ട്. അപകടത്തിൽ 6 പേർ മരിക്കുകയും 200-ൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മൂവാളംകുഴി ചാമുണ്ടി തെയ്യത്തിന്റെ കുളിച്ചുതോറ്റം അരങ്ങിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് വെടിക്കെട്ട് അപകടം ഉണ്ടായത്. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ വെടിപ്പുരയ്ക്ക് തീപിടിച്ചാണ് വൻ ദുരന്തം നടന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തെയ്യത്തെ ദർശിക്കാൻ എത്തിയ ആളുകൾക്കിടയിൽ പടക്കങ്ങൾ ഒന്നടങ്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. കരിന്തളം കിനാവൂർ റോഡിലെ സന്ദീപ്, ചോയംകോട് മഞ്ഞളംകോട്ടെ ബിജു, കിനാവൂരിലെ രതീഷ്, രജിത്, ചെറുവത്തൂർ ഓർക്കുളത്തെ ഷിബിൻ രാജ്, നീലേശ്വരം തേർവയലിലെ PC പത്മനാഭൻ എന്നിവരാണ് മരിച്ചത്. 4 വയസ്സുള്ള കുട്ടികൾ മുതൽ വയോധികർ വരെയുള്ള 200-ന് മുകളിൽ ആളുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. മംഗളൂരു മുതൽ കോഴിക്കോട് വരെ വിവിധ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സയിലായിരുന്നു പലരും. മാസങ്ങൾക്കു ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിയിട്ടും ജോലിക്ക് പോകാൻ പറ്റാത്തതിനാൽ പലർക്കും ഉണ്ടായിരുന്ന വരുമാനം നിലച്ചു. വെടിക്കെട്ട് അപകടത്തെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കുകയും മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം കൈമാറിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 3.33 കോടി രൂപ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ ആളുകളുടെ ആശുപത്രികളുടെ ബില്ലിനത്തിൽ ഇതുവരെ അനുവദിച്ചിട്ടുണ്ട്. വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വീരർക്കാവിൽ ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം P. കുഞ്ഞായിഷ.
കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അദാലത്തിനു ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 23 പരാതികൾ പരിഗണിച്ചു. വിദ്യാസമ്പന്നരായ സ്ത്രീകൾ പോലും തൊഴിലിടങ്ങളിൽ ചൂഷണത്തിന് വിധേയരാകുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് കൃത്യമായ വേതനം നൽകുന്നതിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പ്രവണത വനിതാ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ പറഞ്ഞു. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. കുടുംബപരമായ വിഷയങ്ങൾ, അതിർത്തി വഴി തർക്കങ്ങൾ, അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവ ബാഹ്യ ഇടപെടലുകൾ മൂലം പരിഹരിക്കാൻ കഴിയാത്ത സാമൂഹിക പ്രശ്നങ്ങളായി വളരുന്ന സാഹചര്യത്തിൽ അവ തുടക്കത്തിൽ തന്നെ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അദാലത്തിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരാതിയും അതുപോലെ തന്നെ തൊഴിലിടങ്ങളിലുള്ള പ്രശ്നങ്ങളും വഴിത്തർക്കവുമായിട്ടുള്ള പരാതികളാണ് കൂടുതലും വന്നിട്ടുള്ളത്. നമ്മുടെ തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാവേണ്ടതായിട്ടുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകളെ പോലും ചൂഷണം ചെയ്യുന്ന ഒരു പ്രവണത നിലനിൽക്കുന്നു എന്നത് ആശങ്ക ഉളവാക്കുന്നതാണ്. ഇന്ന് അത്തരത്തിലുള്ള ഒരു പരാതി കമ്മീഷന്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ കൃത്യമായി വേതനം ലഭിക്കാത്തതിൻ്റെ പേരിലുള്ള ഒരു പരാതിയുമായിട്ട് കമ്മീഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത്തരം കേസുകളിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുന്നതാണ്. മറ്റ് കുടുംബപരമായ വിഷയങ്ങളിൽ ബാഹ്യ ഇടപെടലുകൾ മൂലം ചെറിയ പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ കഴിയാത്ത തോതിൽ സമൂഹത്തിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് മാറുന്നുണ്ട്. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 23 പരാതികൾ പരിഗണിച്ചു. ഇതിൽ ഒരെണ്ണം തീർപ്പാക്കി. ഒരു പരാതി ജാഗ്രതാ സമിതിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഒരു പരാതി സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് വേണ്ടി അയച്ചിട്ടുണ്ട്. 20 പരാതികൾ അടുത്ത അദാലത്തിലേക്ക് മാറ്റിവെച്ചു. അഡ്വക്കേറ്റ് ഇന്ദിരാവതി, കൗൺസിലർ രമ്യ മോൾ, ASI സുപ്രഭ എന്നിവരും അദാലത്തിൽ പങ്കെടുത്തു. കുടുംബ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതികളും വഴിത്തർക്കങ്ങൾ, തൊഴിലിടങ്ങളിലെ വേതന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട പരാതികളും ലഭിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NREG കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക, ഭൂവികസന പ്രവർത്തനം 5 വർഷത്തിലൊരിക്കൽ എന്ന തീരുമാനം അവസാനിപ്പിക്കുക, NMMS സമ്പ്രദായം അവസാനിപ്പിക്കുക, വേതനം 600 രൂപയായി വർദ്ധിപ്പിക്കുക, തൊഴിൽ ദിനം 200 ആക്കുക, മേറ്റുമാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് NREG വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റി കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം നോർത്ത് കോട്ടച്ചേരിയിൽ സമാപിച്ചു. പൊതുയോഗം യൂണിയൻ മുൻ സംസ്ഥാന സെക്രട്ടറി MV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഞാൻ പറയുന്നതല്ല, ഒരു സംസ്ഥാന ഗവൺമെന്റിനും ഇല്ല. ഇന്ത്യയിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. ആ 28 സംസ്ഥാന ഗവൺമെന്റുകൾക്കും ബാധ്യതയില്ല. ഇത് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റാണ്. കാരണം ഇത് കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിട്ടുള്ള പാർലമെന്റ് പാസാക്കിയ ഒരു നിയമമാണ്. ആ നിയമത്തിൽ പറയുന്നത് ഇന്ത്യ രാജ്യത്തിനകത്തെ പട്ടിണി കിടക്കുന്ന പരമദരിദ്രരായ വലിയ വിഭാഗം ജനങ്ങൾക്ക് തൊഴിൽ നൽകണം, അവിടെ ദാരിദ്ര്യം മാറ്റണം. ഇതാണ് ഒരു ഉദ്ദേശം. രണ്ടാമത്തത്, ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ദരിദ്ര ജനങ്ങൾ ജീവിക്കുന്ന ഒരു നാടാണ് ഇന്ത്യ. ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഒരു കണക്കുണ്ട്, ആഗോള അടിസ്ഥാനത്തുള്ള ഒരു കണക്ക്. അതിൽ 176 കോടി പരമദരിദ്രരുള്ള നമ്മുടെ ലോകത്തിനകത്ത് അതിൻ്റെ 4/1 ജീവിക്കുന്ന എവിടെ അറിയോ? കേരളത്തിലല്ല. നിങ്ങളോട് ഈ ദാരിദ്ര്യം എന്നെല്ലാം പറഞ്ഞാൽ എന്ത് ദാരിദ്ര്യം? ആരോട് പറയുന്നു? ഇല്ലേ, വേറെ ദാരിദ്ര്യം. ജില്ലാ പ്രസിഡന്റ് P ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TMA കരീം, സംസ്ഥാന കമ്മിറ്റി അംഗം M രാജൻ, ബേബി ബാലകൃഷ്ണൻ, ജില്ലാ ട്രഷറർ പാറക്കോൽ രാജൻ, AV രമണി, K സന്തോഷ്, KV ദാമോദരൻ, PA രാജൻ, കുഞ്ഞിക്കണ്ണൻ, PP സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി ഗൗരി പനയാൽ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് കൊളത്തൂരിനെ വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ റെമോ.
7 മാസം മുൻപാണ് വനംവകുപ്പ് നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തിയ പുലിയെ കൂടുവെച്ച് പിടികൂടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആൺപുലി. കൊളത്തൂർ ഗ്രാമത്തെ 1.5 വർഷത്തോളം വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന റെമോ. കെണിയിൽ കുരുങ്ങി പരിക്കേറ്റതിനെ തുടർന്ന് സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പുള്ളിപ്പുലി. കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് പുലിയെ പാർക്കിലേക്ക് മാറ്റിയത്. പാർക്കിലെ 3 പുലികളിലൊന്നാണ് കൊളത്തൂരിൽ നിന്ന് കൊണ്ടുപോയ ഈ ആൺപുലി. കഴിഞ്ഞ മാർച്ച് 26-ന് ബേഡെടുക്ക പഞ്ചായത്തിലെ കൊളത്തൂർ ആവലുങ്കാലിൽ നിന്നാണ് വനം വകുപ്പ് കൂടുവെച്ച് പുലിയെ പിടികൂടിയത്. ഫെബ്രുവരി 5-ന് കൊളത്തൂർ മടന്തക്കോട് മാളത്തിൽ മുള്ളൻ പന്നിക്ക് വെച്ച കെണിയുടെ ഇരുമ്പ് കേബിളിൽ കുടുങ്ങി മുൻഭാഗത്തെ വലതുകാലിന് പരിക്കേറ്റിരുന്നു. അന്ന് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പുലിയെ പിടികൂടാനുള്ള ശ്രമത്തിനിടെ രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടെ മുഖത്തും സാരമായി പരിക്കേറ്റിരുന്നു. പിന്നീട് പിടിയിലായ പുലിയെ വനം വകുപ്പ് ചീഫ് കൺസർവേറ്ററുടെ അനുമതി വാങ്ങിയാണ് സുവോളജിക്കൽ പാർക്കിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോയത്. മണ്ണുത്തി വെറ്റിനറി ആശുപത്രിയിൽ ഡോക്ടർമാർ പരിശോധിച്ച ശേഷം കഴിഞ്ഞ 7 മാസമായി പുലി സുവോളജിക്കൽ പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിലാണ്. പരിക്ക് പൂർണ്ണമായും ഭേദമായതിനെ തുടർന്ന് അധികൃതർ തന്നെയാണ് ഇവന് റെമോ എന്ന പേരിട്ടത്. സ്വന്തം വാൽ കടിച്ചു മുറിച്ച് തുടക്കത്തിൽ റെമോ അക്രമാസക്തനായിരുന്നു. എന്നാൽ നല്ല അനുസരണയുള്ള കുട്ടിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ റെമോ. പുലിക്ക് ഏകദേശം 6 വയസ്സ് പ്രായമുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. വയനാട്ടിൽ നിന്ന് എത്തിച്ച ഒരു പുലിയും തൃശൂർ മൃഗശാലയിൽ നിന്ന് മാറ്റിയ പുലിയുമാണ് പാർക്കിൽ വേറെയുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് നഗരസഭ കരിയർ ബ്രിഡ്ജ് കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. നിരവധി ആളുകളാണ് തൊഴിൽ മേളയിൽ പങ്കാളികളായത്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ കരിയർ ബ്രിഡ്ജ് കാഞ്ഞങ്ങാട് ടൗൺ ഹാളിൽ വെച്ചാണ് നടന്നത്. ഇ ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് നഗരസഭയും സംയുക്തമായിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഈ പരിപാടി അപ്പോളോ ടയേഴ്സിന് നിലവിലുള്ള അവരുടെ പ്ലാന്റിൽ ആവശ്യമായി വരുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണ്, തൊഴിലാളികളായി ആളുകളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു കരിയർ ബ്രിഡ്ജ് എന്നാണ് ഇതിൻ്റെ പേര്, പാലോട്ട് കൊടുക്കുകയാണ്. ഫൗസിയ ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. മായാകുമാരി, ഫൈസൽ KA എന്നിവർ സംസാരിച്ചു. രഞ്ജിത്ത് KP സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. കുശവൻകുന്ന് റോട്ടറി സെന്ററിൽ മേഖലാ പ്രസിഡന്റ് B. സുജിത് കുമാർ പതാക ഉയർത്തി. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. കുശവൻകുന്ന് റോട്ടറി സെന്ററിൽ മേഖലാ പ്രസിഡന്റ് B. സുജിത് കുമാർ പതാക ഉയർത്തി. സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ N ഉദ്ഘാടനം നിർവഹിച്ചു. ആ മേഖലയിൽ പണിയെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആ പ്രവർത്തന മേഖലയെ എത്രമാത്രം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം വിലയോടുകൂടിയാണ് സമൂഹം നമ്മളെ കാണുന്നത് എന്നത് വിസ്മരിക്കാനാവുന്നതല്ല. എന്നാൽ അതിന്റെ മൂല്യം ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഈ സംഘടനയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തു എന്ന് ആത്മകഥം പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ വിദേശത്തേക്ക് ഒരു ജോലി സാധ്യത എന്നുള്ളതിലുപരി റെഫ്രിജറേഷൻ മേഖലയെ ആരും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല. വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നു എന്ന ഒരു വിദ്യാഭ്യാസ മേഖലയായിരുന്നു റെഫ്രിജറേഷൻ എന്ന് പറയുന്നത്. കാഞ്ഞങ്ങാട് മേഖലാ പ്രസിഡന്റ് സുജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രജിത് പേരിയ പ്രവർത്തന റിപ്പോർട്ടും P. മഹേഷ് വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അമീർ അലി PA മുഖ്യപ്രഭാഷണം നടത്തി. KP സജീഷ് സംഘടനാ വിശകലനം നടത്തി. കിഷോർ കുമാർ ഷെട്ടി സഹായനിധി വിശദീകരണം നടത്തി. വിജയൻ കരിച്ചേരി ഇൻഷുറൻസ് വിശദീകരണം നടത്തി.
നിജീഷ് PV, അരവിന്ദാക്ഷൻ K, ബ്ലസൻ PG, ശശാങ്ക് പണ്ഡിറ്റ്, മിതേഷ് കുമാർ T എന്നിവർ സംസാരിച്ചു. പ്രജിത് പേരിയ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കാഞ്ഞങ്ങാട് യൂണിറ്റ് കുടുംബമേള സംഘടിപ്പിച്ചു. പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂളിൽ വെച്ചാണ് മേള സംഘടിപ്പിച്ചത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ KSSPU കാഞ്ഞങ്ങാട് യൂണിറ്റ് കുടുംബമേള പടന്നക്കാട് ഗവൺമെന്റ് LP സ്കൂൾ വെച്ചാണ് സംഘടിപ്പിച്ചത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KV ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഉപാധി അതാണ്, ഒറ്റപ്പെടാൻ പാടില്ല. സന്തോഷകരമായിരിക്കുക എപ്പോഴും പറയാൻ എളുപ്പമാണ്, സന്തോഷകരമായിരിക്കുമെന്ന് പറയാൻ എളുപ്പമാണ്, ആഹ്വാനം ചെയ്യാൻ എളുപ്പമാണ്. ഓരോ ബന്ധപ്പെടുണ്ടാവും സ്വാഭാവികമായി. ചെറുപ്പത്തിൽ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് വലുതായാൽ മതിയെന്ന്. കുറച്ച് വലുതായാൽ വിചാരിക്കും എനിക്ക് സ്വന്തമായൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടം പോലെ നടക്കാമായിരുന്നു, ചെലവാക്കാമായിരുന്നു. സ്വന്തമായി വരുമാനം ഉണ്ടാകുമ്പോൾ പിന്നെ മറ്റു ബാധ്യതകൾ ഒന്ന് വീടായി, കല്യാണമായി, മക്കളായി, പിന്നെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി, അല്ലേ? മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമായി. നമ്മളെല്ലാം പ്രത്യേകിച്ചും ഈ തലമുറയിലുള്ളവർ നമ്മളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ മക്കൾക്ക് വേണ്ടിയാണ് ജീവിച്ചത്. ഓട്ടോറിക്ഷ കയറുക, അല്പ ദൂരം നടക്കാനുണ്ടെങ്കിൽ നടന്നു തന്നെ പോവും. ചായ കുടിക്കണം എന്ന് ആലോചിച്ചാൽ എന്തിനിപ്പോ ഹോട്ടൽ ചായ കുടിക്കുന്നത്, വീട്ടിൽ പോയി കുടിച്ചാൽ പോരെ എന്ന് വിചാരിക്കും. ഒരു നാരങ്ങ വെള്ളം കുടിക്കാന്ന് വിചാരിച്ചാൽ ഒരു നാരങ്ങ വെള്ളം മതി, സോഡ വേണ്ട എന്ന് വിചാരിക്കും. ഹോട്ടലിൽ ഊണ് കഴിക്കാൻ പോയാൽ പൊരിച്ചത് വേണോ? വേണ്ട അല്ല, രാത്രി പൊരിച്ചത് വേണോ കഴിക്കുക. യൂണിറ്റ് പ്രസിഡന്റ് P ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി K കരുണാകരൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് B പരമേശ്വരൻ, ബ്ലോക്ക് സെക്രട്ടറി K ചന്ദ്രശേഖരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PV നിർമ്മല, N രാധ എന്നിവർ സംസാരിച്ചു. KV നാരായണൻ, KK കണ്ണൻ എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. സാംസ്കാരിക വേദി കൺവീനർ T മൊയ്തു മാസ്റ്റർ സ്വാഗതവും യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി K അമ്പാടി നന്ദിയും പറഞ്ഞു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. MSMEയുടെ നേതൃത്വത്തിൽ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു പരിപാടി നടന്നത്. ചെറുകിട വ്യവസായങ്ങൾ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭക മന്ത്രാലയത്തിന് കീഴിലുള്ള MSME ഡെവലപ്മെന്റ് ആൻഡ് ഫെസിലിറ്റേഷൻ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് ജില്ലാ ഏകദിന സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സഹകരണ ബാങ്ക് ഹാളിലായിരുന്നു സെമിനാർ നടന്നത്. ഇൻഡസ് ഗ്രോ കൊച്ചിയുടെയും അമ്മ ഭാരത് ചാരിറ്റി ഫൗണ്ടേഷൻ കാസർഗോഡിന്റെയും സഹകരണത്തോടെയാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരളത്തിലെ വിജയസാധ്യതയുള്ള വ്യവസായങ്ങൾ, കേന്ദ്ര സർക്കാർ സഹായ പദ്ധതികൾ, ധനകാര്യ സൗകര്യങ്ങൾ, പരിശീലന സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിദഗ്ധർ വിശദമായ ക്ലാസുകൾ അവതരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെക്കുറിച്ച് MSME DFO തൃശൂർ ജേതുറാം, സംസ്ഥാന സർക്കാർ പദ്ധതികളെക്കുറിച്ച് കാഞ്ഞങ്ങാട് ADIO ആയ സുധീഷ് MK, അശോക് N, മൃദുല K എന്നിവർ ക്ലാസ് നടത്തി സംശയങ്ങൾ ദൂരീകരിച്ചു. ജേതുറാം അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് മൻസൂർ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി ഉദ്ഘാടനം നിർവഹിച്ചു. ഇവിടെ പല ഐഡിയാസും, അത് വ്യവസായത്തിനായാലും വ്യാപാരത്തിനായാലും എല്ലാ കാര്യങ്ങൾക്കും വളരെയേറെ ഐഡിയാസുള്ള ചെറുപ്പക്കാരും സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ട്. പക്ഷേ അവർക്കില്ലാത്ത ഒരറിവ്, ഒരു വ്യവസായം തുടങ്ങണമെങ്കിൽ നമ്മൾ അതിൻ്റെ നിയമവശങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ പേപ്പർ വർക്കുകളാണ് ചെയ്യേണ്ടത്, ആരൊക്കെയാണ് കോണ്ടാക്ട് ചെയ്യേണ്ടത്, പിന്നെ ഇപ്പം നമ്മുടെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ സാമ്പത്തികം ഒരു ഘടകമാണ്. സുധീഷ് MK, സജി വർഗീസ്, SP ഷാജി എന്നിവർ സംസാരിച്ചു. സുഭാഷ് MK സ്വാഗതവും ഗണേശൻ അരമങ്ങാനം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.
അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലൈഫ് ലൈൻ പദ്ധതിയിലെ ജില്ലയിൽ മരണപ്പെട്ട നെല്ലിക്കാട്ടെ കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. 10 ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ ലൈഫ് ലൈൻ പദ്ധതിയിലെ ജില്ലയിൽ നിന്നും മരണപ്പെട്ട മുൻ ജില്ലാ ഭാരവാഹിയും കാഞ്ഞങ്ങാട് യൂണിറ്റ് അംഗവുമായ നെല്ലിക്കാട്ട് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായം കൈമാറി. നെല്ലിക്കാട്ട് വസതിയിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത, അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള സംസ്ഥാന ജില്ലാ ഭാരവാഹികളും ചേർന്ന് നെല്ലിക്കാട്ട് കൃഷ്ണന്റെ ഭാര്യയ്ക്ക് ലൈഫ് ലൈൻ പദ്ധതി തുകയായ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. അതോടൊപ്പം തന്നെ എല്ലാ തൊഴിലാളികളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ സംഘടനകളുടെ ലക്ഷ്യമെന്നത്. അത്തരത്തിലുള്ള ഒരു ചേർത്തുപിടിക്കലാണ് അവരുടെ രോഗാവസ്ഥയിലായാലും അല്ലെങ്കിൽ മരണശേഷം ആ കുടുംബത്തിനുള്ള സഹായമായി കഴിഞ്ഞാലും നൽകുന്നതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. അതുതന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത്. കൃഷ്ണേട്ടനെ സംബന്ധിച്ചിടത്തോളം ആയാലും ജീവിതകാലം മുഴുവനും തന്നെ പാർട്ടിയുടെ ഭാഗമായിട്ടും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനയുടെ ഭാഗമായിട്ടുമൊക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും വളരെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുള്ള, നിസ്വാർത്ഥനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് MN ഗുണേന്ദ്രലാൽ സുനിൽ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭാ കൗൺസിലർമാരായ ലത മേനിക്കോട്ട്, സുജിത് മേനിക്കോട്ട്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KV സുരേഷ് കുമാർ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോഷി തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം AK രതീഷ് എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി TV ദേവിദാസ് സ്വാഗതവും ജില്ലാ ട്രഷറർ M മനോഹർ നന്ദിയും പറഞ്ഞു. കാഞ്ഞങ്ങാട് യൂണിറ്റ് ഭാരവാഹികൾ, മുൻ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സൗത്ത് ചിത്താരി ശാഖ MSFന്റെ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുത്ത MSFന്റെ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ചിത്താരി ശാഖ MSFന്റെ നേതൃത്വത്തിൽ പുതുതായി തെരഞ്ഞെടുത്ത MSFന്റെ ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി. ശാഖാ പ്രസിഡന്റ് ഫലാഹിന്റെ അധ്യക്ഷതയിൽ അജാനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ബഷീർ ചിത്താരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. നേതൃത്വത്തിലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷവും അതിനു മുൻപും ഒരുപാട് പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിലൂടെ നടന്നുകൊണ്ടിരുന്നത്. സ്കൂളായാലും അതുപോലെ തന്നെ കോളേജായാലും യൂണിവേഴ്സിറ്റി ആയാലും ഒരുപാട് കോളേജുകൾ MSFനെ പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാനും സാധിച്ചു. അൽഹംദുലില്ലാ. ഇനിയും ഈ വരുന്ന കമ്മിറ്റി, കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ CK ഇർഷാദും ആചാര മെമ്പറും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നല്ല സുജാഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. ഏത് കാര്യത്തിനും ഏത് ഇതിന് വിളിച്ചാലും വിളിക്കപ്പുറമായിരുന്നു അവരുടെ പ്രവർത്തനം. MSF ജില്ലാ പ്രസിഡന്റ് സൈഫുദ്ദീൻ തങ്ങൾ കുന്നുംകൈ, ജനറൽ സെക്രട്ടറി അൻസാഫ് കുന്നിൽ, വൈസ് പ്രസിഡന്റ് അയാസ് നമ്പ്യാർ കൊച്ചി, സെക്രട്ടറി മുനവീർ കല്ലൂരാവി എന്നീ നേതാക്കൾക്ക് മൊമെന്റോ നൽകി ആദരിച്ചു. വാർഡ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഹമ്മദ് കപ്പണക്കാൽ ഉപഹാര സമർപ്പണം നടത്തി. തുടർന്ന് കഴിഞ്ഞ 5 വർഷക്കാലം നാടിന്റെ വികസനത്തിനു വേണ്ടി മികച്ച ഇടപെടൽ നടത്തിയ 21ാം വാർഡ് മെമ്പർ CK ഇർഷാദ്, 22ാം വാർഡ് മെമ്പർ ഹാജറ സലാം എന്നിവരെ ആദരിച്ചു. വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി CP സുബൈർ, ജമാഅത്ത് ട്രഷറർ ഷറഫുദ്ദീൻ വെസ്റ്റ് ഇന്ത്യ, കുവൈറ്റ് KMCC പ്രതിനിധി യാസർ CM, ഗ്രീൻ സ്റ്റാർ ക്ലബ് സെക്രട്ടറി അയൂബ് ചിത്താരി, MSF മുൻ ജില്ലാ ട്രഷറർ ജംഷീദ് ചിത്താരി, CH മുഹമ്മദ് കുഞ്ഞി ഹാജി, MSF ശാഖ വൈസ് പ്രസിഡന്റ് ഷമീൽ, ജാസിർ കുന്നുമ്മൽ, ജോയിന്റ് സെക്രട്ടറിമാരായ വാഫി, നജാദ് എന്നിവർ സംബന്ധിച്ചു. ശാഖ ജനറൽ സെക്രട്ടറി നജാദ് CK സ്വാഗതവും ട്രഷറർ സിനാൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരളത്തിൽ നിർമ്മാണ മേഖലയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയുണ്ടായ പുരോഗതിയിൽ സർക്കാർ അംഗീകൃത എഞ്ചിനീയർമാരുടെ സേവനം വിലമതിക്കാനാവാത്തതാണെന്ന് കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് ഏരിയ സമ്മേളനം ഹോസ്ദുർഗ് ടൗൺ ബാങ്ക് ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണ മേഖലയിൽ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെയുണ്ടായ പുരോഗതിയിൽ സർക്കാർ അംഗീകൃത എഞ്ചിനീയർമാരുടെ സേവനം
വിലമതിക്കാനാവാത്തതാണെന്ന് കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ അഭിപ്രായപ്പെട്ടു. മാറിയ കേരളീയ സാഹചര്യത്തിൽ നിർമ്മാണ മേഖലയിൽ എഞ്ചിനീയർമാർ ജാഗ്രതയോടെ ഇടപെടണമെന്നും MLA പറഞ്ഞു. ലെൻസ്ഫെഡ് ഹോസ്ദുർഗ് ഏരിയ സമ്മേളനം ഹോസ്ദുർഗ് ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും നിലനിൽക്കുന്ന സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ സമ്പദ്ഘടന നേരിടുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന നിർമ്മാണ മേഖലയിൽ ഉൾപ്പെടെ സാരമായി ബാധിക്കാനിടയുണ്ട്. വിദേശങ്ങളിൽ ലോകവ്യാപകമായി നടക്കുന്ന സംഭവങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നിങ്ങൾക്ക് ആരും ഇപ്പൊ ട്രംപ് വോട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യുമോ? ആരും ചെയ്യാനിടയില്ല. ഏരിയ പ്രസിഡന്റ് അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് CS വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് EP ഉണ്ണികൃഷ്ണൻ, സെബാസ്റ്റ്യൻ TJ, അനിൽകുമാർ MV, വിജയൻ, മുഹമ്മദ് റാഷിദ്, P രാജൻ, വിനോദ്, ജോയ് ജോസഫ്, HG വിനോദ്, അശോകൻ കല്ലുവളപ്പിൽ എന്നിവർ സംസാരിച്ചു. ഏരിയ സെക്രട്ടറി ശ്യാമള C സ്വാഗതവും ഏരിയ ട്രഷറർ ഗിരീഷ് A നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ചിത്താരി സർവീസ് സഹകരണ ബാങ്കിന്റെ കൃഷി സമൃദ്ധി പദ്ധതി പ്രകാരം തുടങ്ങിയ മധുരക്കിഴങ്ങ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നമ്പ്യാറൊടുക്കത്തെ കൃഷി സ്ഥലത്ത് നടന്ന വിളവെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചിത്താരി സർവീസ് സഹകരണ ബാങ്കിന്റെ കൃഷി സമൃദ്ധി പദ്ധതി പ്രകാരം തുടങ്ങിയ മധുരക്കിഴങ്ങ് കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. നമ്പ്യാറടുക്കത്തെ കൃഷി സ്ഥലത്ത് നടന്ന വിളവെടുപ്പ് ബാങ്ക് പ്രസിഡന്റ് A പവിത്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഇഞ്ചി, മഞ്ഞൾ ഇനങ്ങളാണ് നമ്മൾ കൃഷി ചെയ്തത്. അതിൽ നിന്ന് മധുരക്കിഴങ്ങിൻ്റെ വിളവെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. വളരെയധികം ഉത്സാഹത്തോടുകൂടി തന്നെയാണ്, നല്ല പൊതുജന പങ്കാളിത്തത്തോടുകൂടിയാണ് ഈ സംരംഭം നമ്മൾ ആരംഭിച്ചത്. ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് കച്ചവടം അല്ലെങ്കിൽ മറ്റ് ധനകാര്യ ഇതിൽ നിന്നും മാറിക്കൊണ്ട് മറ്റ് സംരംഭങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്തരം കൃഷിയിലേക്ക് ബാങ്ക് കടന്നിട്ടുള്ളത്. ഇതൊരു സാമൂഹ്യ പ്രവർത്തനമായിട്ടാണ് ബാങ്കിൻ്റെ ഭരണസമിതിയും ജീവനക്കാരും കാണുന്നത്. തീർച്ചയായിട്ടും എല്ലാവരുടെയും നല്ല സഹകരണം ഇതിൻ്റെ നമ്മുടെ ജീവനക്കാരുടെ ആയാലും ഭരണസമിതിയുടെ ആയാലും പൊതുസമൂഹത്തിൻ്റെ ആയാലും എല്ലാവരുടെയും നല്ല സഹകരണമാണ് നമുക്ക് ഈ കൃഷിയിലൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ബാങ്ക് വൈസ് പ്രസിഡന്റ് A ബാലൻ അധ്യക്ഷത വഹിച്ചു. രവി കൊളവേൽ, മധു കൊളവേൽ, KV സുകുമാരൻ, C വേണുഗോപാലൻ, പ്രേമ നാരായണൻ, K നിർമ്മല, നളിനി, A ശ്രീധരൻ, ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ബാങ്ക് സെക്രട്ടറി കരുണാകരൻ കുന്നത്ത് സ്വാഗതവും P രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാവുങ്കാൽ രാംനഗർ NSS കരയോഗം ജനറൽ ബോഡി യോഗം നടന്നു. SLC+2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. മാവുങ്കാൽ രാംനഗർ NSS കരയോഗം ജനറൽ ബോഡി യോഗവും SLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും നടന്നു. NSS ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K പ്രഭാകരൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാത്തുസൂക്ഷിക്കാതെ താല്പര്യമുള്ളവരെ മാത്രം, ആവശ്യക്കാരെ മാത്രം നമ്മുടെ ആ പരിധിക്കകത്ത് അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മളൊക്കെ ജീവിച്ചിരുന്നത്. എങ്കിലും ഒരു നായർ കൂട്ടായ്മ എന്ന നിലയിൽ മുഴുവൻ കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു കൊടിക്കീഴിൽ അണിനിരത്തിക്കൊണ്ട് ഒരു കെട്ടിടത്തിൻ്റെ ഒരു മന്ദിരത്തിൻ്റെ അകത്ത് ഇരുത്തിക്കൊണ്ടുള്ള ഒരു കരയോഗ പ്രവർത്തനം നമ്മൾ ആരംഭിച്ചത് 2006-ലാണ്. അതിനുശേഷം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അഭൂതപൂർവമായ ഒരു പ്രവർത്തനമാണ്. ഇന്ന് കാണുന്ന ഈ കരയോഗ മന്ദിരത്തിന്റെ സ്ഥലവും കരയോഗ മന്ദിരവും അതിൻ്റെ അകത്ത് ഇന്ന് കാണുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് എവിടെ നിന്നും സാമ്പത്തികമായ സ്രോതസ്സില്ല. നമ്മുടെ സ്രോതസ് എന്ന് പറയുന്നത്, നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ കരയോഗ അംഗങ്ങളാണ്. ഈ കരയോഗ അംഗങ്ങളൊക്കെ സ്വരൂപ് കൂട്ടിയെടുത്ത് അവരുടെ കൈയയച്ച് നൽകിയ സംഭാവനകളും അവരുടെ വരിസംഖ്യകളും ഒക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ കരയോഗ മന്ദിരവും ഇതിൻ്റെ ഈ സൗകര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. കരയോഗം പ്രസിഡന്റ് M ഗംഗാധരൻ നായർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആകാശ് G നായർ ക്ലാസ് എടുത്തു. ഡോക്ടർ N കണ്ണൻ നായർ, N ഗോപാലൻ നായർ, K ശശിധരൻ നമ്പ്യാർ, PT ഗംഗാധരൻ നായർ, വനജ നാരായണൻ നായർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി പീതാംബരൻ വിഷ്ണുമംഗലം സ്വാഗതവും NR സുരേന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 10ാം ഉദയത്തോടനുബന്ധിച്ച് കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് സർവേശ്വര വിളക്ക് പൂജ നടന്നു. 2026 ഫെബ്രുവരിയിൽ നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനം നടന്നു.
കാട്ടുകുളങ്ങര ശ്രീ കുതിരക്കാളിയമ്മ ദേവസ്ഥാനത്ത് 10ാം ഉദയ ചടങ്ങോടനുബന്ധിച്ച് സർവൈശ്വര വിളക്കുപൂജ നടന്നു. ചടങ്ങിൽ വെച്ച് 2026 ഫെബ്രുവരി 5, 6, 7, 8 തീയതികളിലായി നടക്കുന്ന കളിയാട്ട മഹോത്സവത്തിന്റെ ആദ്യ ഫണ്ട് ഉദ്ഘാടനവും നടന്നു. 10ാം വാർഡ് മെമ്പർ ശ്രീദേവി രാംനഗർ ക്ഷേത്രം സ്ഥാനികർക്ക് ഫണ്ട് കൈമാറി. ക്ഷേത്രം തന്ത്രി സുബ്രഹ്മണ്യ തായർ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാബു കെ താഴത്ത്, സെക്രട്ടറി രവിചന്ദ്രൻ കല്ലട, ക്ഷേത്രം സ്ഥാനികരായ കുഞ്ഞിരാമൻ പൂജാരി, ബാബു വെളിച്ചപ്പാടൻ, രതീഷ് വെളിച്ചപ്പാടൻ, വലിയ വീട്ടിൽ സുകുമാരൻ കാരണവർ, കിഴക്കേ വീട്ടിൽ കർത്തമ്പു കാരണവർ, മേത്തിലി വീട്ടിൽ തമ്പാൻ കാരണവർ, കോരച്ചൻ വീട്ടിൽ കർത്തമ്പു കാരണവർ, മാതൃസമിതി പ്രസിഡന്റ് സാവിത്രി കണ്ണൻ എന്നിവർ സംബന്ധിച്ചു. പൊള്ളക്കട തുളസീവനം കെ രോഹിണി അന്തർജനം വിളക്കുപൂജയ്ക്ക് നേതൃത്വം നൽകി. ശ്രീ കദംബകാനന ശ്രീ കന്ദർപ്പജനക ശ്രീ കമലാക്ഷേ നമഃ ശ്രീ കമനീയായേ നമഃ. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തികളിലേക്കായി അടൂട്ട് ശ്രീ പടാർകുളങ്ങര പുതിയ ദേവസ്ഥാനം ഫണ്ട് സമർപ്പണം നടത്തി. ചടങ്ങിൽ നിരവധി ആളുകൾ സംബന്ധിച്ചു. ഉത്തര കേരളത്തിലെ അതിപുരാതനമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലകനീശ്വര ക്ഷേത്രത്തിൽ നവീകരണ പ്രവർത്തികൾ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി അടൂട്ട് ശ്രീ പടാർകുളങ്ങര പുതിയ ദേവസ്ഥാനം പുനരുദ്ധാരണ പ്രവർത്തനത്തിലേക്കായി ഫണ്ട് സമർപ്പണം നടത്തി. അടോട്ട് പുതിയ ദേവസ്ഥാന സ്ഥാനികരുടെ മഹനീയ സാന്നിധ്യത്തിൽ പുതിയ ദേവസ്ഥാനം മുൻ പ്രസിഡന്റ് രാഘവൻ പള്ളത്തിങ്കാൽ മടിയൻകൂലം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ VM ജയദേവന് ഫണ്ട് കൈമാറി. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 10-32 വർഷങ്ങളായി ഒരു നവീകരണം നടക്കാതെ പല കാരണങ്ങളാലും നീണ്ടുപോയി. ഇപ്പം അതിനൊരു അവസരം കിട്ടിയിരിക്കുകയാണ്. അതുപ്രകാരം നമ്മളിവിടെ നവീകരണ പ്രവർത്തനമായി ഭഗീരഥ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എല്ലാവർക്കും കാണുന്നതാണ്. വിവിധ ഘടകങ്ങളുടെ സഹായത്തോടെ, മറ്റ് ഭക്തങ്ങളുടെ സഹായത്തോടെ ഇവിടെ നമ്മൾ ഏകദേശം 1.5-2 കോടി രൂപയോളം പണം ഇവിടെ ചെലവഴിച്ചു കഴിഞ്ഞു. ഇനിയും പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാൻ ബാക്കിയുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഈ മുമ്പിലത്തെ ഗോപുരത്തിന് ചെമ്പടിക്കേണ്ട പണിയുണ്ട്. അതൊക്കെ ഇപ്പോൾ ആ പണിയൊക്കെ കുറച്ച് മഴക്കാലമായതുകൊണ്ട് കുറച്ച് പണി നിർത്തിവെച്ചിട്ടാണുള്ളത്. അകത്തെ പണിയെല്ലാം മറ്റും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തെ പണി നിർത്തിവെച്ചിട്ടാണുള്ളത്. ഇപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് ആ പണി തുടങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അടോട്ട് മുത്തടത്ത് കുതിരി പഴകുന്ന ദേവസ്ഥാനം, പുതിയ ദേവസ്ഥാനം. ഇവിടുന്ന് നമ്മളെ കമ്മിറ്റി അടക്കം മടിയൻ ക്ഷേത്രപാലൻ്റെ ഈ പുനർനിർമ്മാണത്തിന് വേണ്ടി ഞങ്ങളെല്ലാവരും കൂടി സ്വരൂപിച്ച, അമ്പല കമ്മിറ്റി കൂടി സ്വരൂപിച്ച ആ സംഖ്യ നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാന് ഞങ്ങളെല്ലാവരും കൂടി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. നമ്മൾ ക്ഷേത്രപാലന മുമ്പാസം വെച്ച് നമ്മുടെ ചെയർമാൻ ഏൽപ്പിച്ചു. പുതിയ ദേവസ്ഥാനം സെക്രട്ടറി KV നിതീഷ്, പ്രസിഡന്റ് KV കുഞ്ഞമ്പു, ഗജാൻജി വിജേഷ് കണ്ടത്തിൽ, ആഘോഷ കമ്മിറ്റി ചെയർമാൻ ജയൻ അടോട്ട്, നാരായണൻ പള്ളിക്കാപ്പിൽ, ദേവസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മടിയൻകൂലം ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ V നാരായണൻ, KV അശോകൻ, എക്സിക്യൂട്ടീവ് ഓഫീസർ P വിജയൻ, നവീകരണ കമ്മിറ്റി വൈസ് ചെയർമാൻ തോക്കാനം ഗോപാലൻ, മറ്റ് ഭക്തജനങ്ങൾ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് ഫണ്ട് ശേഖരണ ഉദ്ഘാടനം നടന്നു. നവംബർ 17-18 തീയതികളിലാണ് കളിയാട്ട മഹോത്സവം നടക്കുന്നത്. കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ 2025 നവംബർ 17-18 തിങ്കൾ ചൊവ്വ തീയതികളിൽ നടത്തുന്ന കളിയാട്ട മഹോത്സവത്തിന്റെയും നവംബർ 25-26 തീയതികളിൽ നടത്തുന്ന തിരുവോണ മഹോത്സവത്തിന്റെയും ധനശേഖരണത്തിന്റെ തുടക്കം കുറിച്ചു. ധനശേഖരണത്തിന്റെ ആദ്യ ഫണ്ട് കണിയാംകുന്ന് A ഗോപാലനിൽ നിന്നും ആഘോഷ കമ്മിറ്റി ചെയർമാൻ V സുധാകരൻ ഏറ്റുവാങ്ങി. 1-2 തീയതികളിലാണ് കളിയാട്ടം നടക്കുന്നത്. ക്ഷേത്രത്തിൽ നടന്ന കളിയാട്ടത്തിന് ശേഷം മാത്രമേ നമ്മുടെ ക്ഷേത്ര പരിധിയിലുള്ള വീടുകളിൽ പോലും തെയ്യം കെട്ടിയാടാറുള്ളൂ. ആദ്യം നമ്മുടെ ക്ഷേത്രത്തിൽ കളിയാട്ടം നടത്തണം. അത് നിശ്ചയം 1-2 തീയതികളിലാണ്.
അതുപോലെ തന്നെ നമ്മുടെ മലബാറിലെ ഏക വാമന ക്ഷേത്രമായ കൊടവലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ തിരുവോണ മഹോത്സവം വൃശ്ചിക മാസത്തിലാണ് നടത്തുന്നത്. അതിന്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഫണ്ടുദ്ഘാടനം ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. വൃശ്ചികം 9-10 ഡിസംബർ 25-26 നമ്മുടെ തിരുവോണ മഹോത്സവം നടക്കുന്നത്. നവംബർ 25 വൈകുന്നേരത്തോടുകൂടി തിരുവത്താഴത്തിന് അരി അളക്കൽ ചടങ്ങോടുകൂടി നമ്മുടെ തിരുവോണ മഹോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. അനിൽ അടിയോടി, ദാമോദരൻ കോട്ടക്കുച്ചി, ഇ അമ്പൂഞ്ഞി, കെ നാരായണ വാര്യർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊടവലം. അടിയാർക്കാവ് പുതിയ കണ്ടം ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് തുലാപ്പത്ത് 10ാം ഉദയ പൂജകൾ ആഘോഷിച്ചു. ചടങ്ങിൽ നിരവധി ആളുകൾ പങ്കെടുത്തു. മാവുങ്കാൽ പുതിയ കണ്ടം ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്ത് തുലാപ്പത്ത് 10ാം ഉദയ പൂജകൾ നടന്നു. ചടങ്ങിന് തറവാട്ടുകാരണവർ ചന്ദ്രബാബു മേലെടുക്കം, മാധവി ഏരിയാൽ, രാജു പാണത്തൂർ, ഉമേശൻ എ ഏരിയാൽ, സുന്ദരി മേലെടുക്കം, സുരേഷ് ഏരിയാൽ, അനിൽകുമാർ കല്യാൺ റോഡ്, സുനിൽകുമാർ കല്യാൺ റോഡ്, ഭവാനി കാരക്കുഴി, മുരളി കല്യാൺ റോഡ്, ഉമ ഏരിയാൽ, സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. സുകുമാരൻ പെരിയച്ചൂർ, രമേശൻ പുതിയകണ്ടം, ഭരതൻ കണ്ടത്തിൽ, ഗോപാലൻ, കൃഷ്ണൻ പെരളം, മോഹൻദാസ് അടിയാർക്കാവ്, വിനോദ് പി, സുകേഷ് കെ, ശ്രീനിവാസൻ പി വി, രാമചന്ദ്രൻ പാതിരിക്കുന്ന, കൃഷ്ണമണി, ഷാജി ഇരിയ, കൃപാവരദൻ, സ്വപ്ന കെ ടി, ശാരദ, സജിത പെരളം, സാവിത്രി, ജയലക്ഷ്മി അദ്യാമ്പൂർ, ഷീബ കെ, നീതു പി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പൂച്ചക്കാട് ചൂരക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പുത്തരിയൂട്ടും വെള്ളാട്ടം ഭക്തിയുടെ നിറവിൽ നടന്നു. ഭക്തർക്ക് അനുഗ്രഹം ചുരിഞ്ഞ് മുത്തപ്പൻ വെള്ളാട്ടം അരങ്ങിലെത്തി. പൂച്ചക്കാട് ചൂരക്കാൽ ശ്രീ മുത്തപ്പൻ മടപ്പുര പുത്തരിയൂട്ടും വെള്ളാട്ടം ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ദൈവത്തെ മലകയറ്റൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് സ്പെഷ്യലൈസേഷൻ ഇൻ ഡാറ്റ അനലിറ്റിക്സ് വിഷയത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും 3ാം റാങ്ക് നേടിയ പി അളകനന്ദയെ അനുമോദിച്ചു. നിരവധി ആളുകളാണ് ശ്രീ മുത്തപ്പൻ മടപ്പുര പുത്തരിയൂട്ടും വെള്ളാട്ടത്തിനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, പൂച്ചക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പള അനന്തപുരം വ്യവസായ പാർക്കിലെ പ്ലൈവുഡ് ഫാക്ടറിയിലെ പൊട്ടിത്തെറി അന്വേഷണം ആരംഭിച്ച അധികൃതർ. കലക്ടറുടെ നിർദ്ദേശത്തെ തുടർന്ന് ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പാണ് അന്വേഷണം നടത്തുന്നത്. അപകടത്തിൽ അസം സ്വദേശിയായ ഒരു തൊഴിലാളി മരിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 6 പേർ മംഗളൂരുവിൽ ചികിത്സയിലാണ്. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിന് ഒരാണ്ട്. അപകടത്തിൽ 6 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 200-ലേറെ പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു. 2024 വെടിക്കെട്ട് അപകടത്തെ തുടർന്ന് ഈ വർഷം കളിയാട്ടം നടത്തേണ്ടതില്ല എന്ന തീരുമാനത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി. തൊഴിലിടങ്ങൾ സ്ത്രീ സൗഹൃദമാകണമെന്ന് വനിതാ കമ്മീഷൻ അംഗം പി കുഞ്ഞായിഷ. കാസർഗോഡ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വനിതാ കമ്മീഷൻ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷൻ അംഗം. കാസർഗോഡ് നടത്തിയ സിറ്റിംഗിൽ 23 പരാതികൾ പരിഗണിച്ചു. NREG കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് നടന്ന യോഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് കൊളത്തൂരിനെ വിറപ്പിച്ച പുള്ളിപ്പുലി ഇനി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ റെമോ. 7 മാസം മുൻപാണ് വനം വകുപ്പ് നാട്ടുകാരുടെ സ്വൈര്യം കെടുത്തിയ പുലിയെ കൂടുവെച്ച് പിടികൂടിയത്. പരിക്കേറ്റതിനെ തുടർന്ന് പാർക്കിലെ വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ആൺപുലി. കാഞ്ഞങ്ങാട് നഗരസഭ കരിയർ ബ്രിഡ്ജ്
കാഞ്ഞങ്ങാട് നഗരസഭ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ചു. നിരവധി ആളുകളാണ് തൊഴിൽമേളയിൽ പങ്കാളികളായത്. ഹീറ്റിംഗ്, വെന്റിലേഷൻ, എയർ കണ്ടീഷൻ, റെഫ്രിജറേഷൻ എംപ്ലോയീസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനത്തിന് തുടക്കമായി. കുശവൻകുന്ന് റോട്ടറി സെന്ററിൽ മേഖലാ പ്രസിഡന്റ് ബി സുജിത് കുമാർ പതാക ഉയർത്തി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.